വിജയനാഥെ, പാലക്കാട് തിളച്ചു മറിയുകയാണ് ചൂടുകൊണ്ട്. ഫാരൻഹീറ്റ്. അപ്പം അതുപോലെ തന്നെ തിളച്ചു മറിയുകയാണ് ശോഭാ സുരേന്ദ്രൻ്റെ അവിടുത്തെ ആ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം. ശോഭ പിടിച്ചടക്കുമോ? ശോഭ മുഖ്യമന്ത്രിയാകുമെന്ന് വരെയാണ് പ്രവചനങ്ങൾ പോകുന്നത്. പാലക്കാട്ടുകാരി മുഖ്യമന്ത്രിയായിട്ട് വരുമോ ഇതം പ്രഥമമായിട്ട്? ഈ പാലക്കാട്ടേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയണം. ഇത്തവണ എനിക്ക് തോന്നുന്നത് ബി ജെ പിയിലെ ചില വനിതാ സ്ഥാനാർത്ഥികളുടെ മണ്ഡലവും ആ വനിതാ സ്ഥാനാർത്ഥികളുമാണ് തിളങ്ങാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ശ്രീലേഖ IPS. വട്ടിയൂർക്കാവിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. 3 പേരും രംഗത്ത് വന്നു കഴിഞ്ഞു. ചുവരെഴുത്ത് ആരംഭിച്ചു. മുരളീധരനും ശ്രീലേഖയും VK പ്രശാന്ത്. 3 പേര് ഒന്നിനൊന്ന് മികച്ചവർ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ, ഇടപെട്ടുകൊണ്ട് ക്ഷമിക്കണം. അതായത് ഇപ്പം നമ്മൾ കാണുന്ന ഒരു പ്രവണത, നമ്മുടെ നിതിൻ നബിൻ BJP പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഒരു പരിപാടി തുടങ്ങി. പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് ചുവരെഴുത്ത് തുടങ്ങി. അദ്ദേഹം തന്നെ അങ്ങ് ചുവരെഴുതുക. ഇല്ല, ഇപ്പൊ ആ ട്രെൻഡ്. ഇപ്പൊ എല്ലാവരും കോൺഗ്രസ്സുകാരും CPM-കാരും എല്ലാം ആ പരിപാടി ഉദ്ഘാടനം, ഇപ്പൊ ചുവരെഴുത്തിന്റെ ഉദ്ഘാടനം BJP തുടങ്ങി വെച്ചത് ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തു. പണ്ടെന്താണ് നേതാക്കന്മാർ ഒരു വഴി കൂടെ പോകും, ചുവരെഴുതാനായിട്ട് ആർക്കെങ്കിലും പൈസ കൊടുക്കുക, അത് അവിടുത്തെ പെയിന്റർമാര്, അതെ, കോൺട്രാക്ട്. ഇപ്പൊ അത് മാറി. അല്ല, തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചിത്രം മാറിപ്പോയില്ലേ? പണ്ട് കവലപ്രസംഗം ഉണ്ടായിരുന്നു. അതെ, വൈകുന്നേരം ആകുമ്പോൾ ഒരു പ്രകടനം, ഒരു 50 പേരെയും കൂട്ടി ഓരോ ഭാഗത്തു നിന്ന് തിരിക്കും. പിന്നെ ഈ കവലപ്രസംഗം കേൾക്കാനായിട്ട് പഴയ തലമുറയൊക്കെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക്, സൈബർ പ്ലേസിലേക്ക് അത് പോയി. പിന്നെ ഇപ്പൊ ആകെ ഉള്ളതെന്ന് പറയുന്ന പഴയതിൽ തുടരുന്നത് ഈ നാടിളക്കിയുള്ള മൈക്ക് കെട്ടി പ്രചാരണം. അത് ഇത്ര സമയത്തിനകം തീർത്തണം എന്ന് കോടതിയുടെ പ്രത്യേക നിർദ്ദേശവുമുണ്ട്. വലിയ ശല്യമാണ് സത്യം പറഞ്ഞാൽ. അത് വലിയ അത് യഥാർത്ഥത്തിൽ നിരോധിക്കുകയാണ് വേണ്ടത്. അതൊക്കെ പ്രാകൃതമായ രീതിയാണ്. അപ്പൊ നമുക്ക് പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ, വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആ മണ്ഡലവുമായിരിക്കും തീവറാൻ പോകുന്നത്. വട്ടിയൂർക്കാവ് പറഞ്ഞു. പാലക്കാട് ജില്ല നമ്മൾ മൊത്തം എടുത്താൽ പോലും അവിടെ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഇടമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് പാലക്കാട്. 2021 ഷാഫി പറമ്പിലും പിന്നെ ശ്രീധരനുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. 4000 വോട്ടിന്റെ 4000 ഇല്ല, 3000-ത്തിലധികം പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു. ഈ ന്യൂനപക്ഷ മേഖല വോട്ടെണ്ണിയപ്പോഴാണ് ഷാഫി അങ്ങോട്ട് കയറിയത്. അല്ലെന്നുണ്ടെങ്കിൽ ശ്രീധരൻ തന്നെയാണ് ജയിക്കാം എന്ന് തീർച്ചപ്പെടുത്തിയതാണ്. ഫലം വന്നുകൊണ്ടിരുന്ന സമയത്ത് എന്താണ്, ശ്രീധരന്റെ ലീഡല്ലായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ. അപ്പൊ ഇപ്പൊ അതൊന്നുകൂടെ ചിത്രം മാറി എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴ് രാഹുൽ മാങ്കൂട്ടം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു എന്നുള്ളതാണ്. അവിടെ വിജയിച്ചത് എത്രയാണ്? ഉപതെരഞ്ഞെടുപ്പിലെ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തില്. ഷാഫി പറമ്പിൽ വിജയിച്ചത് 3859 വോട്ടിൽ മാത്രമാണ്. അപ്പൊ ഈ ഷാഫി പറമ്പിലിന്റെ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കൂടി തെളിയിച്ചതാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രത്തിലില്ല. മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം ഇത് കൊടുത്തിട്ടില്ല. പകരം കൊടുത്തിരിക്കുന്നത് രമേശ് പിഷാരടി. കേൾക്കുമ്പോഴേ ചിരി വരും. ആരറിയുന്നു? ഇതാണ് ഏറ്റവും വലിയ കോമഡി. ഇദ്ദേഹം ഒരു കൊമേഡിയനാണ്, ഈ രമേശ് പിഷാരടി. ഏറ്റവും വലിയ കോമഡി അയാളുടെ സ്ഥാനാർത്ഥിയായെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ടൊരു കോമാളിയാണ്. ഇത് കോൺഗ്രസ്സുകാർക്ക് പറ്റിയ വലിയ അബദ്ധമാണ്. ഹിമാലയൻ ബ്ലണ്ടർ. ഇത് നല്ല മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തണ്ടേ? ഇത് അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയാം, കേരള നിയമസഭയിൽ BJPയുടെ ആദ്യം എത്താൻ പോകുന്നത് പാലക്കാട് നിന്നുള്ള ശോഭാ സുരേന്ദ്രനായിരിക്കും. ഈ ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ വരുന്നത് കാത്ത് കുറെ കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെയൊക്കെ നിയമസഭയ്ക്ക് ഒരു ശോഭയാണ് അറിയാൻ പോകുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നുവെന്ന് കരുതുക. പ്രതിപക്ഷത്ത് ശോഭാ സുരേന്ദ്രനും KK രമയും കൂടെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിണറായി വിജയൻ ചിലപ്പോൾ 5 വർഷം തേക്കത്തില്ല, അതിന് മുമ്പ് കളഞ്ഞിട്ട് പോകും.
5 വർഷം തയ്ക്കാനല്ല പുള്ളി വരുന്നത്, 2.5 വർഷം ഇരിക്കുക. അത് കഴിഞ്ഞ് ബേപ്പൂരിൽ നിന്ന് വരുന്ന ബേപ്പൂർ സുൽത്താനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ അഭിഷേചിച്ച് പോവുക. അരിയിട്ടുവാഴ്ച നടത്തും. അതെ അതെ, ആ അരിയിട്ടുവാഴ്ച. എന്നിട്ട് മിക്കവാറും പിണറായി വിജയൻ ചികിത്സാർത്ഥം അങ്ങ് നാട് കടക്കും. എന്താ സംഭവിക്കുന്നതെന്ന് ഗോവിന്ദ പൊതുവാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗോവിന്ദ പൊതുവാൾ അല്ല, മാധവ പൊതുവാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചികിത്സാർത്ഥം അങ്ങോട്ടേക്ക് പോകും. ചികിത്സയിലുള്ള വിശ്വാസം പോയി ഇപ്പൊ മാധവ പൊതുവാളിലായിട്ടുണ്ട് വിശ്വാസം. ചികിത്സ എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, സ്ഥാനമില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റും. അതെ അതെ, കറക്റ്റ്. പാർട്ടി പോലും അംഗീകരിക്കത്തില്ല, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം. അപ്പം എന്തായാലും ഇപ്പം പിന്നെ CPM-ന്റെ ചിത്രം അവിടെ തെളിഞ്ഞിട്ടില്ല. പാലക്കാട് ഒഴിച്ചിട്ടിരിക്കുക തന്ത്രമാണ്. കോൺഗ്രസിൽ നിന്ന് പ്രമുഖരാരെങ്കിലും സീറ്റ് കിട്ടാതെ വരുമ്പോൾ രമേഷ് പിഷാരടിയെ കൊണ്ടുവച്ചതിന് പ്രതിഷേധിച്ച് വരാൻ അവർ കണ്ടുവച്ചിട്ടുണ്ട്. അയാൾ വരുമ്പോൾ അയാളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അത് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അല്ല, ഈ പാലക്കാടൊക്കെ പണ്ട് പാലക്കാട് കോട്ട പോലെ ഉറച്ച ഒന്നായിരുന്നു CPM-ന്റെ അവിടെ. പി കൃഷ്ണദാസൊക്കെ നല്ല പിന്നെ MM കൃഷ്ണദാസനെയാണ് ഉദ്ദേശിക്കുന്നത്. 2016 കൃഷ്ണദാസാണ് അവിടെ മത്സരിച്ചത്. അതെ അതെ, 2016 ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു. ഞാനന്ന് അവിടെ പോയി ശോഭാ സുരേന്ദ്രനെ കണ്ടതാണ്. അപ്പോൾ 2011 BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് 20,000-ത്തിലധികം വോട്ട് മാത്രമാണ്. 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ വോട്ട് 40,000-ത്തിലധികമാക്കി. അതെ, അതൊരു ഗെയിം ചേഞ്ചറാണ് അവർ. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് 2 മുന്നണികളും മുട്ടുമടക്കും. അവർക്ക് ഭയമാണ്. ആലപ്പുഴ പറപ്പിച്ചില്ലേ പാർലമെന്റ് മണ്ഡലത്തിൽ, KC വേണുഗോപാൽ നടുങ്ങിയില്ലേ, ആരിഫിനെ തോറ്റു തുന്നം പാടിച്ചില്ലേ. ആരിഫിനെ ഇപ്പൊ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ആലുവയില്ല, ഇവിടുന്ന് കൊണ്ടുപോയി, ഇവിടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ കൊണ്ടുപോയി, ആലുവയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് അവിടെ മുസ്ലിം സമുദായം ആലുവ മേഖലയിൽ ഇപ്പൊ അവരുടെ ഒരു ബെൽറ്റാണ്. അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം തന്നെ റോഡ് ഷോ ഉണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ. സ്ത്രീകളുടെ പങ്കാളിത്തമാണ് അവിടെ അതിനകത്തുണ്ടായിരുന്നത് മുഴുവൻ. അവരങ്ങ് ഈ നമ്മൾ വിചാരിക്കും ശോഭാ സുരേന്ദ്രൻ വിജയിച്ചോ എന്ന് വിചാരിക്കും. ആഹ്ലാദ നൃത്തമാണ്. അവർക്ക് ഒരു പോസിറ്റീവ് എനർജി. നമ്മൾ സംവാദത്തിലെ ഇന്റർവ്യൂവിന് വരുമ്പോൾ തന്നെ അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളത്. അതെ, അവരുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അന്ന് ആലപ്പുഴയിൽ ഞാൻ കണ്ടത് അവര് അക്കമിട്ട് പ്രധാനമന്ത്രിയുടെ ഓരോ പദ്ധതികളെ കുറിച്ച് അവർ പറഞ്ഞു. ആലപ്പുഴയിൽ പല BJP-ക്കാർക്കും ഇതറിയില്ല. അറിയാമെങ്കിൽ ഈ പിന്നെ നമുക്ക് ദേഷ്യമാണ് വരുന്നത്. അവർക്കൊരു പത്രം ഉണ്ടല്ലോ, പാർട്ടി പത്രം. ആ പത്രത്തിൽ ദിവസവും ഒരു കോളം കൊടുക്കാത്ത എന്താ, ആവാസ് യോജന. അതെ, അല്ല ഞാൻ വിജയാണ്. ഞാനൊരു അസോസിയേഷൻ BJP-ആയിട്ട് ബന്ധപ്പെട്ട അസോസിയേഷൻ്റെ അംഗമായിരുന്നു. BJP ഗസ്റ്റായിട്ട് വരാൻ പലരെയും വിളിച്ചു, ഒരൊറ്റ മനുഷ്യനറിയില്ല. അവസാനം BJP-ക്കാർ തന്നെ ഒരു കൈപ്പുസ്തകം അവിടെ മണ്ഡലം ഓഫീസിൽ ചെന്ന് ഞാൻ ഓരോ മണ്ഡലത്തിലും കൊടുക്കുന്നു. ചെന്നപ്പോൾ അവിടെ കോപ്പിയില്ല. നമുക്ക് തന്നെ അറിയില്ല. കോളം അങ്ങനെ ഒരു കോളം കൊടുക്കുക, ആവാസ് യോജന, നല്ലൊരു ഐഡിയ ആണ്. മുദ്രാ ലോൺ, ഇതിപ്പോ ഇതെങ്ങനെയാണ് കിട്ടുക. പിന്നെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പദ്ധതികൾ ഉണ്ടെന്ന്. വായ്പ പിന്നെ പലിശരഹിത. ഉദാഹരണം പറയാം, ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം. അടൽ പദ്ധതി ഇതായിപ്പോൾ ഇവിടെ വരെ 20 രൂപയ്ക്ക് ഉച്ചയൂണ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോട് കൂടി കൊടുക്കുക. ഇത് ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നോ? ഇപ്പം രാജേഷ് നടപ്പാക്കിയപ്പോഴല്ലേ നമ്മളിത് മനസ്സിലാക്കുക. ഒരിക്കലെ ഈ വഴിയരികിൽ മീൻ കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയോടെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള വായ്പാ സൗകര്യം? അവർ പറഞ്ഞു, അങ്ങനെ വായ്പാ സൗകര്യമുണ്ട്, പലിശ വഴിയോര കടകൾക്കുണ്ട്, പലിശയില്ല എന്ന് പറഞ്ഞു. പലിശയില്ല, വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാസം തോറും അടച്ചാൽ മതി. കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ട, ഫ്രീ ആയിട്ട്. BJP-ക്കാർ ഇത് വേണ്ട തരത്തിൽ എത്തിക്കുന്നില്ല. പക്ഷെ ശോഭാ സുരേന്ദ്രൻ അത് എത്തിക്കാനുള്ള കഴിവുണ്ട്. അവർ ആലപ്പുഴയിൽ എന്ന് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചോളൂ, ഉപരിപഠനാർത്ഥത്തിന് വേണ്ട വായ്പാ സൗകര്യം പ്രധാനമന്ത്രിയുടെ ഈ പാക്കേജിൽ ഉണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. പെൺമക്കളോട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില പ്രോത്സാഹനം ഉണ്ട് പ്രധാനമന്ത്രിയിൽ നിന്ന് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അത് കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ജനത്തെ ഈ ഇളക്കി മറിക്കാനുള്ള ഒരു മാസ്മരിക ശക്തി ശോഭാ സുരേന്ദ്രനുണ്ട് എന്നുള്ളതാണ്. വളരെ പ്രസന്നയായിട്ട് നിന്നുകൊണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിയമമല്ല ആദ്യം എത്താൻ പോകുന്നത് പാലക്കാട് ഇത്തവണ BJP-ക്ക് തന്നെ എന്ന് ഇപ്പോൾ തന്നെ എഴുതി വെച്ചോളൂ, എഴുതി ഒപ്പിടാം. രാഹുൽ ഗാന്ധി മേടിക്കുന്നവരെ ഒപ്പ് നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ എഴുതി ഒപ്പിടാം അല്ലേ. അതെ, നമ്മൾ ആദ്യമത്തെ നമ്മൾ അങ്ങ് തീരുമാനിച്ചു, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എന്ന് നമ്മൾ എഴുതി വെച്ചു. ശരി.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.